ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് കറി വെക്കാൻ കിട്ടിയത് കായലിലെ കണമ്പായിരുന്നു. നല്ല പച്ച എന്നൊക്കെ പറഞ്ഞാൽ തന്നത്, പക്ഷേ ഇച്ചിരി ഒരല്പം നൊന്തതായിരുന്നു. ഇന്നലെ നമ്മൾ പിന്നെ കായലിൽ കുറച്ച് പൊടിക്കൊഞ്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പൊടി ഇച്ചിരി ചെറിയ വലുതുമൊക്കെ ആയിരുന്നു, ഒരുപാട് വലുതൊന്നും അല്ല, നല്ല തോനെ പൊടിക്കൊഞ്ചായിരുന്നു. അത് ഇന്നലെ രാത്രി തന്നെ ഞാനെല്ലാം പിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കണമ്പെല്ലാം വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്ന് കുറച്ചെടുത്ത് കറി വെക്കാം, കുറച്ചെടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി വെക്കാനായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുടമ്പുളിയൊക്കെ ഇട്ടാണ് മുളക് കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കുടമ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്ത് പറ്റിച്ചെടുക്കാം. അപ്പോൾ കറി തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കണമ്പ് മീനൊക്കെ പെറുക്കിയിട്ട് ഇനി അതൊന്ന് അടച്ച് വെച്ച് കറി അവിട്ടിരുന്ന് ചെറിയ തീയിലങ്ങ് വെന്ത് റെഡി ആയിക്കോളും. ബാക്കി കണമ്പൊക്കെ ഒന്ന് പൊരിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി തോനയിട്ട് മുളക് പൊടി കുറച്ചിട്ടാണ് ഞാൻ പൊരിക്കുന്നത്. അത് അരപ്പ് പുരട്ടി വെച്ചതിന് ശേഷം ഞാനൊരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ്. പൊളിച്ച് വന്നപ്പോഴത്തേക്ക് തീരെ പൊടിക്കൊഞ്ചായിരുന്നു വേവിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക്. ഒരുപാട് വലിയ കൊഞ്ചിനെക്കാട്ടിൽ ഈ ഒരു ടൈപ്പിലുള്ള കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ പറ്റി സെറ്റായിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചൊരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും നമ്മൾ കുറേ ചെറിയ ഉള്ളി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും കൊഞ്ചും കൂടെ ഒന്നിച്ച് കിടന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണവും നല്ല രുചിയുമാണ് ഈ കൊഞ്ച് ഫ്രൈക്ക്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കണമ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ചും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് ബീൻസ് എടുത്ത് മെഴുക്ക് പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ്.